പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുക പടർന്നതിന് പിന്നാലെ 4 പേർ മരിച്ച സംഭവത്തിൽ അവ്യക്തത തുടരുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന കോൺഗ്രസ്. ആശുപത്രിയിൽ ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുക പടർന്നതിന് പിന്നാലെ 4 പേർ മരിച്ചു എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ അവ്യക്തത തുടരുകയാണ്. സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വൃന്ദ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിവിധ പാർട്ടി നേതാക്കൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ 4 മൃതദേഹങ്ങൾ ഈ ആശുപത്രി കാഷ്വാലിറ്റിയിൽ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റാൻ തന്നെ മുൻപന്തിയിലുണ്ടായിരുന്നത് ഈ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള വ്യക്തികളായിരുന്നു എന്നുള്ളതാണ്. ഇവരാണ് ഇക്കാര്യം നമ്മളോട് ആദ്യം തന്നെ പറയുന്നത്. അതായത് ഇത്തരത്തിൽ 4 മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ 4 മരണവും സംഭവിച്ചിരിക്കുന്നത് ഈ തീപിടുത്തം UPS റൂമിൽ നിന്നും തീപിടുത്തം ഉണ്ടായി. പിന്നീട് ഈ ഒരു പുക അത്യാഹിത വിഭാഗത്തിലേക്ക് പടർന്നതിനു ശേഷം ശ്വാസം മുട്ടി മരിക്കും. അതോടൊപ്പം തന്നെ ഈ വെന്റിലേറ്ററിലുള്ള ആളുകളെ ഓക്സിജൻ അടക്കം എടുത്തു കളയുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസ് അനുഭാവികൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇത് ആശുപത്രി അധികൃതർ ആദ്യം മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ ഒരു സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ പ്രിൻസിപ്പളോടക്കം ഈ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ആശുപത്രി അധികൃതർ പറഞ്ഞൊരു കാര്യം, ഇതുവരെ മരണമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത്തരത്തിലുള്ള അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ രോഗികളെ ഇവിടെ നിന്നും ബീച്ച് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ പഴയ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നുള്ള ഒരു വിശദീകരണം. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ 4 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമായി എത്തിയിരുന്നത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. അതോടൊപ്പം തന്നെ സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകളും ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സിദ്ദിഖ് MLA അറിയിക്കുന്ന ഒരു കാര്യം. വയനാട് സ്വദേശി ഉൾപ്പെടെ ഇതിൽ ഈ ഒരു മരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വയനാട് സ്വദേശിയായിട്ടുള്ള വ്യക്തി ഈ ആത്മഹത്യ ചെയ്തതായിരുന്നു. അതായത് ഈ വിഷം കഴിച്ചിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇവിടെ നിന്നും ഈ കാഷ്വാലിറ്റിയിൽ നിന്നും മാറ്റുന്നതിനിടെ വീണ്ടും പുക ശ്വസിച്ചുകൊണ്ട് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന കാര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അനുഭാവികൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാഷ്വാലിറ്റിയിൽ നിന്നും 4 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് 8 മണിക്ക് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുക എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ ഈ പുക ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടൊരു സ്ഥിതി ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് സർക്യൂട്ട് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? നമുക്കറിയാം, ഈ സ്കാനിംഗ് റൂമിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള പൊട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ ഭാഗത്ത് 1-ാം ബ്ലോക്ക് 1 മുതൽ 3 വരെയുള്ള ബ്ലോക്കുകളിലുള്ള വൈദ്യുതി പൂർണ്ണമായും ഇല്ലാതായ ഒരു സ്ഥിതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ഇനി ഈ ഒരു വൈദ്യുതി പുനഃസ്ഥാപിക്കൂ എന്നുള്ളതും ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കളക്ടർ എത്തി ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്ന ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത് വരെ താൽക്കാലികമായി ഈ ചികിത്സ നിലവിൽ പഴയ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിയന്തരമായി ഓപ്പറേഷൻ എല്ലാം നടത്തേണ്ട ആളുകളുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം ഓപ്പറേഷൻ നടത്തിയത് പഴയ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു. ഇന്നും ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്. ഈ ആളുകളെല്ലാം തന്നെ പഴയ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടായിരിക്കും ഇന്ന് ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളെല്ലാം തന്നെ നടത്തുക. അതുപോലെ തന്നെ ഹൃദ്രോഗികളെല്ലാം മറ്റൊരു വാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ബീച്ച് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കിടക്കുകളും മറ്റു സജ്ജീകരണങ്ങളെല്ലാം തന്നെ അതേ സമയത്ത് തന്നെ ആശുപത്രി അധികൃതർ ഉൾപ്പെടെ മാറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ദിവസം മേയർ തന്നെ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രോഗികൾക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും അതുപോലെ തന്നെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതും മേയർ പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം,
നമുക്ക് പോലും ഈ ആശുപത്രിക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ നിന്നും വലിയൊരു പുക തന്നെ നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയ ഹൃദ്രോഗികളാവട്ടെ അല്ലെങ്കിൽ മറ്റ് അസുഖം മൂലം വരുന്ന ആളുകളാവട്ടെ ഇവർക്കെല്ലാം തന്നെ ഇത്തരത്തിലൊരു പുക ശ്വസിക്കുമ്പോൾ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് നിലവിൽ ഈ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം. വൃന്ദ, അബിന, നിലവിൽ ഈ അത്യാഹിത വിഭാഗം പഴയ ബ്ലോക്കിൽ ക്രമീകരിക്കുമെന്നതടക്കമുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. ഇപ്പോൾ നിലവിലെ ഈ സാഹചര്യം എന്താണ്? വൃന്ദ, താൽക്കാലികമായിട്ട് മാത്രമാണ് ഈ ഒരു സജ്ജീകരണം ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഈ നിരവധി വിവിധ ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ വയനാട് ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ണൂർ ആയിക്കോട്ടെ, ഈ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ എത്തുന്ന ഒരു കെട്ടിടമാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പക്ഷേ ഈ ഒരു പുതിയ ബ്ലോക്കിലാണ്, നമുക്കറിയാം പഴയ ബ്ലോക്കിലല്ല ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്, പുതിയ ബ്ലോക്കിലാണ്. ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് വിവിധ പാർട്ടി നേതാക്കളുടെ എല്ലാം തന്നെ ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം പഴയ ബ്ലോക്കിലല്ല ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്, പുതിയ ബ്ലോക്കിലാണ്. അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും പുതിയ ബ്ലോക്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം പുതിയൊരു ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഫയർ പോലുള്ള അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഈ ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ ഈ കെട്ടിടം നിർമ്മിക്കുന്നത് മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ ഈ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ സാധിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഈ പുക ഇത്രയധികം ഈ അത്യാഹിത വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ ഈ സ്കാനിംഗ് റൂമിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പൊട്ടിത്തെറി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതിലെല്ലാം തന്നെ ഒരു അന്വേഷണം എന്തായാലും വേണം എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ള ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ താൽക്കാലികമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സജ്ജീകരണം, അതിൽ ചികിത്സിക്കാൻ താൽക്കാലികമായാണ് ഇപ്പോൾ പഴയ ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നും നാളെയും ഈ ഒരു പ്രവർത്തനം തുടരും എന്നുള്ളതാണ് പ്രിൻസിപ്പൽ അടക്കം അറിയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഒരു ഓട്ടോറിക്ഷ അപകടം ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെ നിന്നും അവരെ പിന്നീട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് ഇവരെ ഉടൻ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവരം അറിയാതെ നിരവധി ആളുകൾ വീണ്ടും എത്തിയിരുന്നു. പക്ഷേ ഇവരെല്ലാം തന്നെ ബീച്ച് ആശുപത്രിയിലേക്കും ബേബി മെമ്മോറിയൽ ആശുപത്രി, അതുപോലെ തന്നെ എയിംസ് ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിലേക്കാണ് ഈ അധികൃതർ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്നലെ മേയറും അതുപോലെ തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ താൽക്കാലികമായി ഈ പുതിയ ബ്ലോക്കിൽ ചികിത്സ ഉണ്ടായിരിക്കില്ല, പകരം എല്ലാ ക്രമീകരണങ്ങളും പഴയ ബ്ലോക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റു വാർഡുകളിലേക്കെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് ചില രോഗികളെ. ഈ രോഗികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് ആശുപത്രികളിലേക്ക്, അതായത് ബീച്ച് ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ ബേബിയിലേക്കോ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ മാറ്റുമെന്നുള്ളതാണ് കളക്ടറും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും 4ാമത്തെ ബ്ലോക്കിൽ രോഗികൾ തുടരുന്നുണ്ട്. ഈ രോഗികളുടെ അവസ്ഥ വലിയ കുഴപ്പമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇന്നലെ കളക്ടറും ഇവരെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർശനത്തിൽ നിന്നും കളക്ടർ വ്യക്തമാക്കുന്നത് നിലവിൽ ഈ 4ാമത്തെ ബ്ലോക്കിലേക്ക് പുക ഉയർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 4ാമത്തെ ബ്ലോക്കിൽ ഇപ്പോഴും ഈ രോഗികൾ ഈ 4ാമത്തെ ബ്ലോക്കിൽ തുടരുന്നത്. നിലവിൽ ഒരു 4ാമത്തെ ബ്ലോക്കിൽ വൈദ്യുതി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ആശുപത്രിയുടെ ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുക പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണല്ലോ, കാരണം അത്രയും തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ പുക ഇന്നലെ വലിച്ചെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ വലിച്ചെടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലൊരു നാശനഷ്ടം സംഭവിച്ചതായും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ വെള്ളം വലിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രി വീണ്ടും ക്രമീകരിച്ചുകൊണ്ട് മാത്രമേ ഇനി മറ്റൊരു ചികിത്സ ഇവിടെ സാധ്യമാകൂ എന്നുള്ളതാണ് അറിയിക്കുന്നത്. വൃന്ദ.